അബ്ദുൾ റഷീദ് ഉണ്ട് ദില്ലിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി. അബ്ദുൾ റഷീദ്, എന്തായാലും അദ്ദേഹം ഇതിനെ വലിയ രീതിയിൽ തന്നെ അപലപിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഏതൊക്കെ തരത്തിലുള്ള തീരുമാനങ്ങളിലേക്കാണ് പോകുന്നത്? കാരണം പാകിസ്ഥാനാണ് ഈ ആക്രമണത്തിന് പിന്നിൽ എന്നുള്ള സ്ഥിരീകരണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ രാവിലെ മുതൽ കണ്ടു തുടങ്ങിയതാണ്. എങ്ങനെയാണ് ഇത് മന്ത്രിസഭാ യോഗം ഈ ഒരു കാര്യത്തെ എടുക്കുന്നത്? എന്തൊക്കെയാണ് ഭാവി നടപടികളിലേക്ക് കടക്കുന്നത്? അതോടൊപ്പം പാകിസ്ഥാൻ ജനതയ്ക്കെതിരെയും കർശനമായിട്ടുള്ള നടപടികളാണ് ഇപ്പോൾ ഇന്ത്യ മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ വിദേശകാര്യ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും ഈ പഹൽഗാം ആക്രമണവുമായി ബന്ധപ്പെട്ട ഈ 26 പേരുടെ മരണം ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നു. അതോടൊപ്പം ഈ അട്ടാരി അതിർത്തി പൂർണ്ണമായും അടച്ചിടും എന്നുള്ള കാര്യം ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം പാകിസ്ഥാൻ പൗരന്മാർക്ക് വിസ നൽകില്ല എന്നുള്ള കാര്യം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇത്തരത്തിൽ പ്രധാനമായും ഈ വാഗ ബോർഡ് അടക്കം അട്ടാരി ബോർഡ് അതോടൊപ്പം വാഗ ബോർഡും അടച്ചു എന്നുള്ള ഒരു കാര്യവും വ്യക്തമാക്കിയിരുന്നത്. അപ്പം സിന്ധു നദീതല കരാറും മരവിപ്പിക്കുന്നു എന്നുള്ള കാര്യവും ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇത്തരത്തിൽ വലിയ ഒരു നടപടി പാകിസ്ഥാനെതിരെ വലിയ നടപടി സ്വീകരിക്കുന്ന ഒരു നിലപാടിലേക്കാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരും നീങ്ങിയിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ ഭീകരാക്രമണത്തിന് പിന്നാലെ വലിയ വിമർശനം കേന്ദ്ര സർക്കാർ ഏറ്റുവാങ്ങിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള നടപടികളുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യമാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എല്ലാ പാകിസ്ഥാനിലുള്ള ആളുകളും ഇന്ത്യ വിടണം എന്ന കാര്യം കൂടി ഇപ്പോൾ വിദേശകാര്യ സെക്രട്ടറി വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇത്തരത്തിൽ പാകിസ്ഥാനിലുള്ള ആളുകളെ നാടുകടത്തുന്ന ഒരു സമീപനത്തിലേക്ക് ഇന്ത്യ കടക്കുന്നു എന്ന് വേണം നമുക്ക് ഈ നിമിഷത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അട്ടാരി ബോർഡും അതോടൊപ്പം വാഗ ബോർഡും പൂർണ്ണമായും അടച്ചിടും. അതോടൊപ്പം പാകിസ്ഥാൻ പൗരന്മാർക്ക് ഈ വിസ നൽകുന്ന നടപടികളൊക്കെ തന്നെയും മരവിപ്പിക്കും. സിന്ധു നദീജല കരാറ് മരവിപ്പിച്ചു എന്നുള്ള കാര്യം ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വിദേശകാര്യ സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനത്തിൽ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇത്തരത്തിൽ കർശനമായിട്ടുള്ള നടപടിയുമായി മുന്നോട്ട് പോവുകയാണ് കേന്ദ്ര സർക്കാർ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട സൂചനകളൊക്കെ തന്നെയും നമുക്ക് ലഭ്യമായിരുന്നു. പ്രത്യേകിച്ചും ഈ പാകിസ്ഥാനെതിരെ കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കും എന്നുള്ളത് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നതാണ്. എന്തായാലും നിലവിൽ ഇപ്പോൾ കർശനമായിട്ടുള്ള അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും പാകിസ്ഥാൻ പൗരന്മാർ ഇന്ത്യ വിടണമെന്നടക്കമുള്ള കർശനമായിട്ടുള്ള നിലപാടിലേക്ക് കേന്ദ്ര സർക്കാർ കടക്കുന്നു. ഇത്തരത്തിൽ പാകിസ്ഥാനിൽ നിന്നുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ പാകിസ്ഥാൻ വംശജർക്ക് പൗരന്മാർക്ക് വിസ നൽകില്ല. അതോടൊപ്പം ഈ വിവിധ ബോർഡറുകളായിട്ടുള്ള പ്രത്യേകിച്ചും വാഗ ബോർഡർ അട്ടാരി ബോർഡറുകളൊക്കെ തന്നെയും അടച്ചിടും. ഇത്തരത്തിൽ പാകിസ്ഥാനിൽ നിന്നും ആളുകളെ ഒരു തരത്തിലും ഇന്ത്യയിലേക്ക് കടത്തിവിടില്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. എല്ലാ പാകിസ്ഥാനിലുള്ള ആളുകളും ഇന്ത്യ വിടണം എന്ന കാര്യം കൂടി ഇപ്പോൾ ഉയർത്തി പറയുകയാണ് ഇന്ത്യ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമാകുന്നത്. എന്തായാലും 26 പേരുടെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഈ ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും അട്ടാരി ബോർഡ് പൂർണ്ണമായിട്ടും അടച്ചിടും. പാകിസ്ഥാനിലുള്ള ആളുകൾക്ക് വിസ നൽകില്ല. അതോടൊപ്പം സിന്ധു നദീജല കരാറ് മരവിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള ഇത്തരത്തിൽ കർശനമായിട്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് കേന്ദ്ര സർക്കാർ. അബ്ദുൾ റഷീദ്, അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ചില സുരക്ഷാ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു എന്ന് നേരത്തെ മുതൽ പറയപ്പെടുന്നുണ്ട്. അത്തരത്തിലുള്ള എന്തെങ്കിലും തരത്തിൽ ഈ ചർച്ചാ വിഷയമായിട്ടുണ്ടോ ഈ യോഗത്തിൽ? കാരണം വലിയ രീതിയിൽ കേന്ദ്ര സർക്കാരിനെതിരെ അല്ലെങ്കിൽ മോദി സർക്കാരിനെതിരെ വലിയ രീതിയിൽ വിമർശനം ഉയരുന്ന ഒരു സാഹചര്യമായിരുന്നു കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി ഉണ്ടായിരുന്നത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ വ്യക്തമാക്കാൻ കേന്ദ്രം തയ്യാറായിട്ടില്ല. അതേസമയം ഈ പാകിസ്ഥാൻ അതിർത്തിയിലുള്ള അല്ലെങ്കിൽ ഈ എംബസിയുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ തന്നെയും തിരിച്ചു വിളിക്കും. പ്രതിരോധ മന്ത്രാലയത്തിലുള്ള ആളുകളൊക്കെ തന്നെയും പിരിച്ചുവിടും എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ത്യയും പാകിസ്ഥാനിലുള്ള ഇത്തരത്തിലുള്ള ആളുകളൊക്കെ തന്നെയും തിരിച്ചു വിളിക്കും. അതോടൊപ്പം പാകിസ്ഥാനിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അവരെയും അവരുടെ സുരക്ഷയുടെ ഭാഗമായി ഇത്തരത്തിൽ രാജ്യത്തേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന്റെ നടപടികൾ ആരംഭിക്കും. അത്തരത്തിൽ വലിയ ഒരു നടപടികളിലേക്കാണ് കേന്ദ്ര
കേന്ദ്രം ഇപ്പോൾ പോകുന്നു. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിന്റെ വീഴ്ചകളെ ന്യായീകരിക്കുക അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങളൊന്നും തന്നെ ഇതുവരെയും കേന്ദ്ര സർക്കാർ നൽകാൻ തയ്യാറായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ചും ഈ പഹൽഗാമിൽ അടക്കം ആയിരക്കണക്കിന് ആളുകൾ ദിനംപ്രതി വിനോദയാത്രയ്ക്കായും അല്ലെങ്കിൽ സന്ദർശനത്തിനായും എത്തുന്നുണ്ട്. ഇത്തരത്തിൽ ഈ മേഖലയിൽ സുരക്ഷ ഒരുക്കുന്നതിന് കേന്ദ്ര സർക്കാരിന് വലിയ വീഴ്ച പറ്റിയിരുന്നു. അതിൽ ഏതെങ്കിലും തരത്തിലൊരു നടപടി സ്വീകരിക്കുന്നതോ അല്ലെങ്കിൽ അത്തരത്തിലൊരു വിശദീകരണം നൽകാനോ ഇപ്പോൾ ഈ കേന്ദ്രം തയ്യാറാകുന്നില്ല എന്നുള്ളതോളം ഏറ്റവും ശ്രദ്ധേയമാകുന്നു. അതേസമയം ഇത്തരത്തിൽ പാകിസ്ഥാനെതിരെ കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുക എന്നുള്ള കാര്യമാണ് ഇപ്പോൾ കേന്ദ്രം മുന്നോട്ട് വെക്കുന്നത്. ഇത്തരത്തിൽ കടുത്ത നടപടിയുമായി മുന്നോട്ട് പോകും. പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാനിൽ കടുത്ത നടപടി സ്വീകരിക്കുന്ന ഒരു നയമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. അട്ടാരി അതിർത്തി അടച്ചിടും, അതോടൊപ്പം വാഗ അടച്ചിടും, സിന്ധു നദീജല കരാർ മരവിപ്പിക്കും. ഇത്തരത്തിൽ പാകിസ്ഥാൻ പൗരന്മാർക്ക് വിസ നൽകില്ല. അതോടൊപ്പം പാകിസ്ഥാൻ ആളുകളായിട്ടുള്ള ഇന്ത്യയിൽ കഴിയുന്ന ആളുകളോട് പാകിസ്ഥാനിലേക്ക് തിരിച്ചു പോകണം എന്ന കർശനമായിട്ടുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അതോടൊപ്പം ഈ മേഖലകളിലൊക്കെ തന്നെ പ്രത്യേകിച്ച് ജമ്മു കാശ്മീരിന്റെയും പഹൽഗാമിലെയും മറ്റു മേഖലകളിലൊക്കെ തന്നെയും കനത്ത സുരക്ഷയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം ജാഗ്രത പാലിക്കണം എന്ന കാര്യങ്ങളൊക്കെ തന്നെയും ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. എന്തായാലും വലിയ വിമർശനങ്ങൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ കർശന നടപടിയുമായി മുന്നോട്ട് പോകുന്ന നടപടിയിലേക്ക് കേന്ദ്ര സർക്കാർ കടന്നിരിക്കുന്നത്. അതേസമയം കേന്ദ്ര സർക്കാരിനോ അതുപോലെ സൈന്യത്തിനോ ഇത് സംബന്ധിച്ചിട്ടുള്ള സുരക്ഷാ വീഴ്ചയിൽ എന്തെങ്കിലും തരത്തിലൊരു വിശദീകരണം നൽകാൻ കേന്ദ്ര സർക്കാർ ഇതുവരെയും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്.